ലിബിയ ജോസ് വിദേശത്തായിരുന്നു. ലിബിയ ജോസിനെ നമ്മൾ ഏപ്രിൽ മാസത്തിൽ ഈ കേസിലേക്ക് പ്രതിയാക്കിയിരുന്നു. ഒന്നാം പ്രതി നാരായണദാസിനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് നാരായണദാസിൻ്റെ കൺഫഷൻ്റെ അടിസ്ഥാനത്തിൽ ലിബിയ ജോസിന് ഈ കേസിൽ വ്യക്തമായ പങ്കുണ്ടെന്ന് അറിഞ്ഞതിനെ തുടർന്ന് ലിബിയ ജോസിനെ പ്രതിയായിട്ട് കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ ഒരു LOC നമ്മൾ പബ്ലിഷ് ചെയ്തിരുന്നു. അതിനെ തുടർന്ന് ഈ 13/6 മുംബൈ എയർപോർട്ടിൽ രാവിലെ 7 മണിക്ക് ലിബിയ ഇറങ്ങുകയും അവിടെ കസ്റ്റഡിയിൽ എടുക്കുകയാണുണ്ടായത്. എയർപോർട്ട് അതോറിറ്റി കസ്റ്റഡി എടുക്കുകയും SIT അവരെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഒരു 3-അംഗ ടീം ഇവിടുന്ന് മുംബൈക്ക് പോവുകയും അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്നലെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി അവിടെ കോടതിയിൽ മുംബൈ കോടതിയിൽ ഹാജരാക്കി എക്സിറ്റ് വാറണ്ട് വാങ്ങിച്ചിട്ട് ഇവിടെ ഇന്ന് പുലർച്ചെ എത്തിച്ചു. വിശദമായി രാവിലെ മുതൽ ഈ സമയം വരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അവർ കൺഫഷൻ നടത്തിയിട്ടുള്ളതാണ്. ഈ കേസിൽ അവരുടെ പങ്കും നാരായണദാസിൻ്റെ പങ്ക് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി ക്ലാരിറ്റി വരാനുണ്ട്. SITക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ക്ലാരിറ്റി വരാനുണ്ട്. അത് നമ്മൾ കസ്റ്റഡി വാങ്ങിച്ചിട്ട് വിശദമായി നാരായണദാസിനെയും ലിബിയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തതിന് മാത്രമേ കുറച്ച് കാര്യങ്ങൾ കൂടി ക്ലിയർ ആകുകയുള്ളൂ. അത് വരും ദിവസങ്ങളുണ്ടാവും. ഇന്നിപ്പോൾ ആഫ്റ്റർനൂൺ കോടതിയിൽ നിന്ന് ഹാജരാകും. ഈ കൺഫഷൻ എന്ന് പറഞ്ഞാൽ ഇവരെ ഏത് നിലയിലാണ് ഈ കുറ്റകൃത്യത്തിൽ ഇടപെട്ടിട്ടുള്ളത്? ആസൂത്രണം ഇവർ തന്നെയായിരുന്നു. ഇവർ ലിബിയും നാരായണദാസുമാണ് ഇതിലെ മുഖ്യ പ്രതികൾ. ഇവർ തന്നെയാണ്. ലിബിയുടെ ആവശ്യപ്രകാരമാണ് സുഹൃത്ത് നാരായണദാസ് ഇതിൽ പങ്കാളിയായി വരുന്നത്. അങ്ങനെ കേസിൽ 2 പേരും കൂടി ചേർന്നിട്ടാണ് കൃത്യം ചെയ്തത്. ഇത് ഒരു സംശയം പ്രധാനമായി നിലനിൽക്കുന്നത് ഇത് ഉപയോഗിച്ചത് വ്യാജ ലഹരിയാണോ അല്ലെങ്കിൽ ലഹരി മരുന്നാണോ എന്നുള്ള സംശയമുണ്ട്. ഇവരെ എന്താണ് ആ കാര്യത്തിൽ പറയുന്നത്? ഇവരെ കൊടുക്കുന്നതിന് വേണ്ടി ഷീല സണ്ണിയെ കേസിൽ കൊടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് അവർ പ്രവർത്തിച്ചത്. ലഹരി മരുന്ന് തന്നെയാണ് ഉപയോഗിച്ചത്. ഒറിജിനൽ സാധനം തന്നെയാണ് അവർ പർച്ചേസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ അവിടെ ഒരു മിസ്റ്റേക്ക് എവിടെയോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പേപ്പറൈസ് ചെയ്യാനുള്ള സാധ്യതയാണ്. മറ്റ് ഡെവലപ്മെൻ്റൊക്കെ ഉണ്ടായത് അങ്ങനെയാണ്.